Hi students, good morning all and welcome to our zoology class. In the last section we have completed the mechanism of breathing. Breathing mechanism എങ്ങനെയാണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഓൾസോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ പൾമനറി കപ്പാസിറ്റീസ് ആൻഡ് പൾമനറി വോളിയംസ്. ഒരുപാട് അബ്രിവിയേറ്റഡ് ഫോംസ് ഒക്കെ പഠിച്ചിരുന്നു. നൗ വി ആർ മൂവിങ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഗ്യാസസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? വി ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ആൽവിയോളൈ പാർട്ടാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്. സോ ആൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കോ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ബ്ലഡിലൂടെയാണ് നമ്മൾ ഈ റെസ്പിറേറ്ററി ഗ്യാസസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് ഫൈനലി ഓരോ ടിഷ്യൂസിലോട്ട് എത്തും. അപ്പോൾ ബ്ലഡിൻ്റെയും ടിഷ്യൂസിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദീസ് സൈറ്റ്സ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ മെയിൻലി ബേസ്ഡ് ഓൺ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗ്യാസ്, റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറയുന്നത്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ടിഷ്യൂസിൻ്റെ ഇടയിൽ നിന്നും ബ്ലഡിൻ്റെ ഇടയിൽ നിന്നും. എന്താണ് പ്രോസസ്സ്? ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, അതെങ്ങനെയാണ്? പ്രഷർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അനുസരിച്ചിട്ടാണല്ലോ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുക, നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഇനി എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നാണ് സോലുബിലിറ്റി, ഗ്യാസസിൻ്റെ സോലുബിലിറ്റി ആസ് വൺ ഓഫ് ദ ഫാക്ടർ. സെക്കൻഡ് ഈസ് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻസ്. നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്ന ഡിഫ്യൂഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മെംബ്രെയിൻസിൻ്റെ തിക്നെസ്സും വലിയൊരു ഫാക്ടറാണ്. ഡിഫ്യൂസ് ചെയ്യുന്ന ലെവലിനെ ബേസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് തിക്നെസ്. ഓക്കെ, സോ വി നോ ദാറ്റ് oxygen and carbon dioxide are the gases involved in this process of respiration. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ പ്രഷറും കൂടെ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്താണ് പാർഷ്യൽ പ്രഷർ? ദ പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ. ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉണ്ടെങ്കിൽ അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണല്ലോ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? PO2. ഓക്കെ, PO2 ഫോർ ഓക്സിജൻ ആൻഡ് PCO2. CO2 എന്നാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോം. അപ്പോൾ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ രീതിയിൽ വേണം നമുക്കതിനെ ഡിനോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ദീസ് ടു ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ദ ടു സൈഡ്സ് ഓഫ് ഡിഫ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പാർഷ്യൽ പ്രഷർ, അതുപോലെ ഡിഫ്യൂഷൻ നടക്കുന്ന രണ്ട് സൈറ്റുകളിലുള്ള അതിൻ്റെ പാർഷ്യൽ പ്രഷറുമാണ് നമ്മളിവിടെ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാണാമല്ലോ റെസ്പിറേറ്ററി ഗ്യാസസ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 159. ഏത് യൂണിറ്റാണ്? mmHgയിലാണ് കേട്ടോ. മില്ലിമീറ്റർ HG മീൻസ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രഷറൊക്കെ നമ്മൾ മെർക്കുറിയിലാണല്ലേ യൂണിറ്റായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് കാണിച്ചിട്ടുള്ളത് 159 മില്ലിമീറ്റർ HG. ഓക്കെ, ആൻഡ് ഇൻ ദ ആൽവിയോളൈ 104. ഓക്കെ, ലൈക്ക് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിക് എയറിൽ 0.3 ആണ്. അതുപോലെ ആൽവിയോളസിലുള്ള പാർഷ്യൽ പ്രഷർ 40 ആണ്. അതുപോലെ തന്നെയാണ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൻ്റെയും ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പാർഷ്യൽ പ്രഷർ കൊടുത്തിട്ടുണ്ട്, ടിഷ്യൂസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് എന്താണ് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പാർഷ്യൽ പ്രഷർ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. പാർഷ്യൽ പ്രഷർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഗ്യാസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറാണ്. ഒരു കോമ്പിനേഷൻ, ഒരു ഗ്യാസിൻ്റെ ഒരു മിക്സ്ചറിൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറാണ് നമുക്ക് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ടേബിളിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ് ഓക്സിജൻ്റെ. ആൽവിയോളസിൽ നിന്നും ബ്ലഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും അതുപോലെ ബ്ലഡിൽ നിന്നും ടിഷ്യൂസിൽ എത്തുമ്പോഴുള്ള വേരിയേഷനും കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ.
ഓക്കെ, അപ്പോൾ പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, വൺ ഓഫ് ദ ഫാക്ടർ ദറ്റ് ഡിറ്റർമിൻസ് ദ ഡിഫ്യൂഷൻ റേറ്റ് ആസ് സോലുബിലിറ്റി ഓഫ് ഗ്യാസസ്, അല്ലേ? സോലുബിലിറ്റിയും വലിയൊരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലുബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് 20 to 25 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 20 to 25 ടൈംസ് ഹയർ സോലുബിലിറ്റി കാണിക്കുന്നുണ്ട് ആർക്ക്? കാർബൺ ഡൈ ഓക്സൈഡിന്. അതുകൊണ്ട് തന്നെ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ per unit difference in partial pressure is much higher compared to that of oxygen. അപ്പോൾ ഓക്സിജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ റേറ്റ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്തെന്ന് പറയുന്നത് ഈ സോലുബിലിറ്റിയിലുള്ള വ്യത്യാസമാണ്. ഓക്സിജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് 20 to 25 ടൈംസ് സോല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിജനെക്കാട്ടിലും കൂടുതൽ തവണ എന്താണ് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണം. So here in this diagram you can see the exchange of gases at the alveolus and the body tissues with blood and transport of oxygen and carbon dioxide. ഓക്കെ, നമുക്ക് എന്താണ് ഓക്സിജന് എടുത്തിട്ട് പൾമണറി വെയിനിലൂടെ അല്ലേ വന്നിട്ട് സിസ്റ്റമിക് ആർട്ടറീസിലൂടെ എത്തും, ബോഡി ടിഷ്യൂസിലോട്ട് എത്തും. ബോഡി ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ ടിഷ്യൂസിലോട്ട് പോവും. ടിഷ്യൂസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും സിസ്റ്റമിക് വെയിൻസിലൂടെയും പൾമണറി ആർട്ടറിയിലൂടെയും റീച്ച് ചെയ്യും, അല്ലേ? അങ്ങനെ നമ്മൾ എയർ എക്സ്പയർ ചെയ്യും, നമ്മൾ പുറത്തേക്ക് കളയും. അതുപോലെ പ്യുവർ എയർ നമ്മൾ ഇൻസ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ആൽവിയോലസിലും അതുപോലെ ബോഡി ടിഷ്യൂസിലും എത്തുമ്പോൾ എങ്ങനെയാണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ട്രാൻസ്പോർട്ടഡ് എന്ന് കാണിക്കുന്ന ഡയഗ്രമാണ്. ക്ലിയർ ആണോ? സോ വി ഹാവ് മെൻഷൻ അബൌട്ട് ദ സോലബിലിറ്റി ഓഫ് ഗ്യാസസ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞതായിരുന്നു ഡിഫ്യൂഷൻ മെംബ്രെയിനിൻ്റെ തിക്നെസ്. അതും ഡിഫ്യൂഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫാക്ടർ ആണ്, അല്ലേ? ഡിഫ്യൂഷൻ മെംബ്രെയിനിൻ്റെ തിക്നെസ്. അപ്പോൾ നമ്മൾ അത് നോക്കുകയാണ്. ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 മേജർ ലെയേഴ്സ്. ഡിഫ്യൂഷൻ മെംബ്രെയിന് 3 ലെയേഴ്സ് ആണുള്ളത്. ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോലൈ. ആൽവിയോലൈൻ്റെ വളരെ തിന്നായിട്ടുള്ള ഒരു സ്ക്വാമസ് എപ്പിത്തീലിയം. അതിൻ്റെ ലെയർ കാണുന്നില്ലേ ഈ ഫിഗറിൽ? ഓക്കെ, സോ ദ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് എൻഡോത്തീലിയമാണ്. എൻഡോത്തീലിയം ഓഫ് ദ ആൽവിയോലാർ കാപ്പിലറീസ്. ആൽവിയോളസിലുള്ള ബ്ലഡ് കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയം ഫോംസ് ദ സെക്കൻഡ് ലെയർ. ആൻഡ് ദർ ഈസ് തേർഡ് ലെയർ ആയിട്ട് ദർ ഈസ് എ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദം, അല്ലേ? 2 ലെയേഴ്സിൻ്റെ ഇടയിൽ വി ക്യാൻ സീ, അല്ലേ? ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് കാണുന്നില്ലേ? ദാറ്റ് ഈസ് ദ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്. സോ ദിസ് 3 layers together constitute the ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ്സും വൺ ഓഫ് ദ ഫാക്ടർ ആണ് ഡിഫ്യൂഷൻ്റെ റേറ്റ് തീരുമാനിക്കുന്നതിൽ. അപ്പോൾ അങ്ങനെ 3 layers ഉള്ള മെംബ്രെയിൻ ആണെന്ന് മനസ്സിലാക്കി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ മൊത്തമുള്ള തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ എ മില്ലിമീറ്റർ. നമുക്ക് കാണുമ്പോൾ തോന്നൂല്ലേ വളരെ തിക്കായിട്ടാണെന്ന്. പക്ഷേ 1 millimeterനെക്കാട്ടിലും തിക്നെസ് കുറവാണ് ഈ മൊത്തം ഈ 3 ലെയേഴ്സിൻ്റെയും കൂടെ ഉള്ള തിക്നെസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ therefore all the factors in our body are favorable for diffusion of oxygen from alveoli to tissues and that of carbon dioxide from tissues to alveoli. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗവും എന്താണ് വളരെ ഫേവറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? ഓക്സിജനെ നമുക്ക് എവിടെ നിന്ന് ആൽവിയോളസിൽ നിന്നും ടിഷ്യൂസിലോട്ട് എത്തിക്കാനും അതേപോലെ ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്ക് എത്തിക്കാനും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ബോഡിയിൽ മൊത്തം ഉള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്രയും തിന്നായിട്ടുള്ള ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആയല്ലോ? നമ്മൾ എന്തൊക്കെ മെൻഷൻ ചെയ്തു? പാർഷ്യൽ പ്രഷർ മെൻഷൻ ചെയ്തു, അതേപോലെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അല്ലേ? സോലുബിലിറ്റി നോക്കി. അപ്പോൾ അതൊക്കെയാണ് ഡിഫ്യൂഷൻ്റെ റേറ്റ് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിൽ ഫസ്റ്റ് നമ്മൾ ഓക്സിജൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. Transport of oxygen. About 97% of oxygen is transported by RBCs in the blood. ഓക്കെ, നമ്മുടെ ബ്ലഡിലുള്ള RBC ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 97% ഓക്സിജനെയും. The remaining 3% of oxygen is carried in a dissolved state through the plasma. ഓക്കെ, ബാക്കി വരുന്ന 3% നമുക്ക് ഡിസോൾവ്ഡ് ഫോമിൽ ഓക്സിജന് പ്ലാസ്മയിലുള്ള ഡിസോൾവ്ഡ് ഫോമിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മെജോറിറ്റിയും RBC ആണ് ക്യാരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാലോ ഹീമോഗ്ലോബിൻ ഉണ്ട്, അല്ലേ? ഹീമോഗ്ലോബിൻ ഇസ് ദ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ RBC
And oxygen can bind with the hemoglobin in the reversible manner to form oxyhemoglobin. അപ്പം ഈ RBC എങ്ങനെ ക്യാരി ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ RBCയിലുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അല്ലേ, അയൺ കണ്ടെയ്നിങ് മോളിക്യൂളാണ്, അതുമായിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ബൈൻഡ് ചെയ്യുക. അത് രണ്ടും ബൈൻഡ് ചെയ്താൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉള്ള മോളിക്യൂളാണ് ഫോം ചെയ്യുക. അത് റിവേഴ്സിബിൾ ആണ്, മീൻസ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും എത്രയാണ് ക്യാരി ചെയ്യാൻ പറ്റുക? ദേ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് 4 molecules ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ 4 മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റും ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും. ഇൻ ദ ആൽവിയോലാർ റീജിയൻ, ആൽവിയോളയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആണ്, അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലോ ആണ്, അതുപോലെ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, ലോവർ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം എന്താണ്? ദേ ഓൾ ആർ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പം ഹീമോഗ്ലോബിൻ മോളിക്യൂളുമായിട്ട് നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾ ബൈൻഡ് ചെയ്യും, കാരണം അതിന് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ടിഷ്യൂസിൽ എത്തുമ്പോഴെന്താണ്? എല്ലാത്തും നേരെ തിരിച്ചാവും. അതായത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറാണ് അവിടെ ഹൈ ആവുക, അതുപോലെ H+ൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും, ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം എന്തിന് ഫേവറബിൾ ആണ്? ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജന് ഡിസോസിയേറ്റ് ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ടിഷ്യൂവിൽ എത്തുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എന്താവും? ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ നിന്നും നമ്മുടെ ഓക്സിജൻ മോളിക്യൂള് ഡിസോസിയേറ്റഡ് ആയി പോവും. അങ്ങനെ നമ്മുടെ ടിഷ്യൂസിന് ആ ഓക്സിജനെ അബ്സോർബ് ചെയ്യാം അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് മോളിക്യൂളാണ് ഹീമോഗ്ലോബിൻ. ടിഷ്യൂസിൽ എത്തുമ്പോൾ ആ ഓക്സി ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് വീണ്ടും ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറും. അങ്ങനെ ടിഷ്യൂസിന് ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? And every 100 ml of oxygenated blood can deliver around 5 ml of oxygen to the tissues under normal physiological condition. ഒരു ഹെൽത്തി പേഴ്സണിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡിന് എത്ര ഓക്സിജൻ എത്തിക്കാൻ പറ്റും ടിഷ്യൂസിലോട്ട്? 5 ml. ഓക്കെ, 5 ml ഓഫ് ഓക്സിജന് ടിഷ്യൂസിലോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ വി ഡ്രോ ദ ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു സിഗ്മോയിഡ് കേർവ് ആണ് നമുക്ക് കിട്ടുക. സിഗ്മോയിഡ് ഒരു എസ് ഷേപ്ഡ് അല്ലേ? സിഗ്മോയിഡ് കേർവ് ഇസ് ഒബ്റ്റെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് PO2. ഓക്കെ, അപ്പം ഒരു ഭാഗത്ത് നമുക്കറിയാം ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും 2 ആക്സിസിലും കാര്യങ്ങൾ വേണം അല്ലേ? അപ്പോൾ ഒരു ആക്സിസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്, യൂണിറ്റ് എന്താണ്? mmHg. ഓക്കെ, മറ്റേ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ് വിത്ത് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു സിഗ്മോയിഡ് കേർവ് ആണല്ലേ കിട്ടുന്നത്. ഈ കേർവിന് നമുക്ക് എന്ത് പറയാം? ദിസ് കേർവ് ഇസ് കോൾഡ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ സ്റ്റഡിയിങ് ദ ഇഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് partial pressure of carbon dioxide, H+ concentration, etc. on binding of oxygen with hemoglobin. അപ്പോൾ ആ ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റ് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് വളരെ യൂസ്ഫുൾ ആണ്. Okay, so we have understood about the transport of oxygen. Now we can move to the transport of carbon dioxide. Carbon dioxide എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന്? Nearly 20 to 25% of carbon dioxide is transported by RBC. നമ്മൾ ഓക്സിജൻ പഠിച്ചപ്പോഴെങ്ങനെയായിരുന്നു? 97% അല്ലേ, കൂടുതൽ ശതമാനവും RBC ആയിരുന്നു ക്യാരി ചെയ്തിരുന്നത്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ഓൺലി 20 to 25% ആണ് RBC വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി 70%ഉം ക്യാരി ചെയ്യുന്നത് ബൈകാർബണേറ്റ് ഫോമിലാണ് കേട്ടോ, ബൈകാർബണേറ്റ്. ഓക്കെ, about 7% of carbon dioxide is carried in a dissolved state through plasma. ബാക്കി ഒരു 7% പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് ഫോമിലായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മെജോറിറ്റി ട്രാൻസ്പോർട്ട് നടക്കുന്നത് ബൈകാർബണേറ്റ് ഫോമിലാണെന്ന് ക്ലിയറായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ഫോമാണ് ഇൻ ദ ഫോം ഓഫ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. കാർബാമിനോ ഹീമോഗ്ലോബിൻ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, RBC വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ ദ ഫോം ഓഫ് കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി 20 to 25% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ രീതിയിൽ ഹീമോഗ്ലോബിൻ വഴി കാർബാമിനോ ഹീമോഗ്ലോബിനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് ടൈം വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ and partial pressure of oxygen is low as in the tissues,
more binding of carbon dioxide occurs, whereas when the PCO2 അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുകയും ഓക്സിജൻ്റെ കൂടുകയും ചെയ്യും ആൽവിയോളയിൽ. ആ സമയത്ത് ഡിസോസിയേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ്. ഓക്കെ, മനസ്സിലായോ? That means carbon dioxide which is bound to hemoglobin from the tissues is delivered at the alveoli. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാവുകയും ഓക്സിജൻ്റെ കുറവാകുകയും ചെയ്യുമ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് എന്താണ് ബൈൻഡ് ചെയ്യും അല്ലേ? കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് ചെയ്യപ്പെടും. അത് ഇവിടെ വെച്ചിട്ടാണ് ടിഷ്യൂലാണ് നടക്കുക. അപ്പോൾ ടിഷ്യൂസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് എല്ലാം ഹീമോഗ്ലോബിൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യും. മറിച്ച് അത് ആൽവിയോളായി റീജിയനിൽ എത്തുമ്പോഴെന്താണ്? നേരെ തിരിച്ചായിരിക്കും. അവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും, ഓക്സിജൻ്റെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ഡിസോസിയേഷൻ നടക്കും. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ നിന്നും നമ്മുടെ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് ആ രീതിയിൽ ആൽവിയോളായി ഭാഗത്തിൽ നിന്നും ടിഷ്യൂസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വേ ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് അയോൺസിൻ്റെ ഫോമിലാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ഏകദേശം 70% നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയൺ ഫോംസിലാണ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ RBCയിലും അതുപോലെ പ്ലാസ്മയിലുമായിട്ട് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഒരു എൻസൈം ഉണ്ട്, കാർബോണിക് അൺഹൈഡ്രേസ്. So RBC contain a very high concentration of the enzyme carbonic anhydrase and minute quantities of the same is present in the plasma. പ്ലാസ്മയിലും കുറഞ്ഞ എമൗണ്ടിൽ ആ ഒരു എൻസൈം കാണുന്നുണ്ട്. At the tissue site where partial pressure of carbon dioxide is high due to catabolism. ഓക്കെ, കറ്റാബോളിസം വഴി ടിഷ്യൂസിൽ നമ്മുടെ പാർഷ്യൽ പ്രഷർ കുറവാണ് അല്ലേ? പാർഷ്യൽ പ്രഷർ കൂടുതലാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ. അപ്പോൾ ആ സമയത്ത് കാർബൺ ഡയോക്സൈഡ് ബ്ലഡുമായിട്ട് ഡിഫ്യൂസ് ചെയ്യും. അതായത് ബ്ലഡിലുള്ള RBCയും പ്ലാസ്മയുമായിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് ആയിട്ടുള്ള HCO3 ബൈകാർബണേറ്റ് അയോൺസും H+ അയോൺസും ഓക്കെ ഫോം ചെയ്യും. ഇനി ആൽവിയോളാർ സൈറ്റിലെത്തുമ്പോഴോ ടിഷ്യൂ സൈറ്റിലാണ് ഈ രീതിയിൽ ഫോം ചെയ്യുന്നത്. ആൽവിയോളാർ സൈറ്റിലെത്തുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നേരെ തിരിച്ചാണ്, ലോ ആണ് അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ റിയാക്ഷൻ നേരെ വിപരീതം, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ബൈകാർബണേറ്റും H+ അയോൺസ് എല്ലാം എന്തിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഫോം ചെയ്യും? കാർബൺ ഡയോക്സൈഡും H2O ആയിട്ട് മാറും. ഈ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വേയിലാണ് നടക്കുക. അങ്ങനെ നമ്മുടെ ടിഷ്യൂ ലെവലിലെത്തുമ്പോൾ ആൽവിയോളായി ലെവലിലെത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ടിഷ്യൂ ലെവലിന് ബൈകാർബണേറ്റും H+ ആണ് ഉണ്ടാവുന്നത്. ആൽവിയോളാർ സൈറ്റിലെത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് ഈ ബൈകാർബണേറ്റ് അയൺ ഫോമിൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതുപോലെ മനസ്സിലാക്കേണ്ടതാണ് 100 ml ഓഫ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ എത്ര കാർബൺ ഡയോക്സൈഡിനാണ് ഡെലിവർ ചെയ്യാൻ പറ്റുക? കെൻ ഡെലിവേഴ്സ് അപ്രോക്സിമേറ്റ്ലി 4 ml ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു ദ ആൽവിയോളൈ. ആൽവിയോളൈയിലോട്ട് ഏകദേശം 4 ml കാർബൺ ഡയോക്സൈഡിന് 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡിന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷനിലാണ് പറയുന്നത്, ഒരു നോർമൽ ഹെൽത്തി കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടും അതുപോലെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടുമാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗ്യാസസ് എക്സ്ചേഞ്ച് അല്ലേ, ടിഷ്യൂ ലെവലിലും ആൽവിയോളായി സൈറ്റിലും എങ്ങനെയാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, അതുപോലെ ട്രാൻസ്പോർട്ടിൽ ഏതൊക്കെ രീതിയിലാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ടത് ഓക്സിജനും മെജോറിറ്റി ട്രാൻസ്പോർട്ട് നടക്കുന്നതും RBC വഴിയാണ്. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ബൈകാർബണേറ്റ് അയൺ ഫോമിലാണ് കൂടുതൽ പെർസെൻറ്റേജിലും ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ആ ട്രാൻസ്പോർട്ടിൽ പാർഷ്യൽ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ എന്താണ്, ഏത് സൈറ്റിലാണ് പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡിനും ഓക്സിജനും കൂടുതൽ കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലും നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.